വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ, മധുശ്രീ മൂലമാണ് തനിക്ക് വീണ്ടും അവിടെ നിൽക്കാൻ കഴിയുന്നത് എന്ന് കാർത്തിക മനസ്സിലാക്കുകയാണ്. അന്നേരം നന്ദിയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇതിന് കറക്റ്റായിട്ട് പ്രത്യുപകാരം എന്നോണം എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തിരിക്കും എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ, ഒരു നിമിഷം കൊണ്ട് നിന്നെ നല്ലവളാക്കാനായിട്ട് എനിക്ക് സാധിക്കുമെങ്കിൽ അതുപോലെ കുപ്പത്തൊട്ടിയിലേക്ക് എറിയാനും എനിക്ക് സാധിക്കും. കറക്റ്റായിട്ട് കാര്യങ്ങൾ എനിക്ക് പ്രത്യുപകാരം എന്ന പോലെ ചെയ്തിരിക്കണം. പിന്നീട് നോക്കിയും കണ്ടുമൊക്കെ നിന്നുകൊണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും ഒരു താലി വാങ്ങിച്ച് കഴുത്തിൽ കെട്ടാൻ നോക്ക്. കോടികൾ ആസ്തിയുള്ള ഒരു കുടുംബത്തിലെ മരുമകളാവുകയാണ്. സത്യഭാമയാണെങ്കിൽ ബിപിയും ഷുഗറും കൊളസ്ട്രോളും സകലമാന അസുഖങ്ങളുമുണ്ട്. ഒന്ന് തലയിറങ്ങി വീണാൽ പിന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാൽ നാളെ മുതൽ ഈ നാട് ഭരിക്കുന്ന മറ്റൊരു സത്യഭാമയായിരിക്കും നീ എന്ന കാർത്തിക എന്നൊക്കെ പറയുമ്പോൾ കാർത്തികയ്ക്ക് ആകെ സന്തോഷമാവുകയാണ്. തുടർന്ന് ഫോൺ വയ്ക്ക്, നോക്കിയും കണ്ടുമൊക്കെ നിൽക്കാൻ നോക്കെന്ന് പറഞ്ഞിട്ട് മധുശ്രീ ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം കാർത്തികയ്ക്ക് ആകെ ഒരു ത്രില്ലിൽ നിൽക്കുകയാണ്. തുടർന്ന് മധുശ്രീ ഫോൺ വെച്ച ശേഷം കരുതുന്നുണ്ട്, വിഷ്ണു കെട്ടുന്നതിനേക്കാൾ അതിനേക്കാൾ താലിച്ചരടിനേക്കാൾ നല്ല ബലമുള്ള ഒരു ചരട് നിൻ്റെ കഴുത്തിൽ ഞാൻ മുറുക്കി കെട്ടിയിട്ടുണ്ട്, അത് നിനക്ക് പൊട്ടിക്കാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ മധുശ്രീ മനസ്സിൽ കരുതുന്നുണ്ട്. ഇതേസമയം ശാലിനിയാണെങ്കിൽ മുറ്റത്ത് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ്റെയും കാർത്തികയുടെയും വിവാഹത്തിനുള്ള തീയതിയും മുഹൂർത്തവും ഒക്കെ കുറിച്ചിരിക്കുകയാണ് സത്യാമ്മ. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സത്യമോടെ ഭാവിയാണ് പോകുന്നത്. അവസാന നിമിഷം അവളും ചോദിക്കും അച്ഛൻ എന്തിനാണ് കൈവിട്ടത് എന്നുള്ളത്. അങ്ങനെയൊക്കെ ശാലിനി ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ശാരദാമ്മ അവിടേക്ക് ഒരു ഓട്ടോയിൽ വരുന്നത്. അന്നേരം ശാരദാമ്മയെ കാണുമ്പോൾ ശാലിനിക്ക് ആകെ വിഷമാവുന്നുണ്ട്. എന്തിനും ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ടത്തേക്ക് വന്നത് എന്ന്. അവിടെ ഇരുന്നിട്ടാണെങ്കിൽ എനിക്ക് ഇരിക്കപ്രതിയില്ല. പിന്നെ സത്യമായിട്ട് കാര്യം ആലോചിച്ചിട്ട് ആകെ വിഷമമാണ്. അച്ഛനും അടുത്തില്ല, അമ്മയും അടുത്തില്ല. അവളിപ്പോൾ ഓരോന്നൊക്കെ ചോദിച്ചു തുടങ്ങിയെന്ന് പറയുമ്പോൾ എനിക്കും വിഷമം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ എനിക്കിവിടെ നിന്ന് സത്യാമ്മയെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനിയും വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടുത്താനായിട്ട് വയ്യ എന്നിങ്ങനെ പറയുമ്പോൾ മോളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യ് എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു തീയതി മുഹൂർത്തവും ഒക്കെ കുറിച്ചു എന്ന് ശാലിനി ഇങ്ങനെ ശാരദാമ്മയോട് പറയുമ്പോൾ വിഷ്ണു എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ്റെ മൗനം അതാണ് എന്നെ കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്. എല്ലാം കൂടി മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യാനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, സത്യാമ്മ എവിടെ പോയിരിക്കുകയാണ്, അമ്മ വന്നത് ഇനി സത്യാമ്മ കാണണ്ട, കണ്ടിനി ആകെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അമ്മ പെട്ടെന്ന് പോകാൻ നോക്കുമെന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ ഇവിടം വരെ വന്നതല്ലേ, ശ്യാമയെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാം, പെട്ടെന്ന് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് അവരകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ സത്യഭാമ പുറത്തെവിടെ പോയിരിക്കുകയായിരുന്നല്ലോ. സത്യഭാമയുടെ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. വിഷ്ണുവും സത്യഭാമയും കൂടിയാണ് കാറിൽ വന്ന് ഇറങ്ങുന്നത്. ഭാമയുടെ കയ്യിലൊരു കവറൊക്കെ ഇരിപ്പുണ്ട്. അന്നേരം പിന്നെ മകളുടെ സുഖകരം അന്വേഷിക്കാൻ വന്നതാണോ എന്നിങ്ങനെ സത്യഭാമ കളിയാക്കിയാണ് ചോദിക്കുന്നത്. അന്നേരം ഞാനിവിടെ അടുത്ത ഒരു സ്ഥലം വരെ വന്നതാണ് എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ അപ്പം നടന്നു വന്നതിൻ്റെ ക്ഷീണം അകറ്റാനും എന്നാൽ പിന്നെ മകളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കാണുമല്ലേ, ക്ഷീണമൊക്കെ മാറും, അല്പം വിശ്രമവുമാകാം അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ വിഷയമൊന്നും മിണ്ടുന്നില്ല. വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശാരദാമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനി വിഷ്ണുവിനെയും നോക്കുന്നുണ്ട്. അതിനുശേഷം എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ശാരദാമ്മ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചോദിക്കുന്നുണ്ട്, ശാരദാമ്മ വന്നത് എൻ്റെ മരുമകളെ കാണാനല്ലേ, എൻ്റെ മരുമകൾ അകത്തുണ്ട്, അവളെ കാണാതെ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മക്കളെല്ലാവരും ഒരുപോലെയാണ് എന്നിങ്ങനെ ശാരദാമ്മ പറഞ്ഞിട്ട് ശ്യാമയെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയാണ്. പക്ഷേ സത്യഭാമ വിടാനായിട്ട് കൂട്ടാക്കുന്നില്ല. എന്തായാലും വന്നതല്ലേ, ഒന്ന് കണ്ടിട്ട് പോകാം, അവൾ അകത്തുണ്ട്, അത് മോശമല്ലേ, എന്തായാലും അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് സത്യഭാമയും അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശാരദാമ്മയെ ശാലിനിയെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. പക്ഷേ അകത്തേക്ക് കയറിയ ശേഷം വിഷ്ണു എന്നിങ്ങനെ വിളിക്കുമ്പോൾ വിഷ്ണു ഭാമയുടെ പിന്നാലെ തന്നെ അകത്തേക്ക് കയറുകയാണ്. അന്നേരം അകത്ത് രാഘവൻ നായർ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ ചെന്ന് അവിടെയും കളിയാക്കി സംസാരിക്കുകയാണ്. എന്താ മരുമകളുടെ വീട്ടിൽ നിന്ന് സുഖകാര്യം അന്വേഷിക്കാനായിട്ട് ബന്ധുക്കൾ വന്നിട്ട് ഇവിടുത്തെ കാരണവരെ അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താടാ വിഷ്ണു ഈ പറയുന്നത് എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടില്ല. വിഷ്ണു അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ വന്നു എന്നിങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. ഒളിച്ചും പാത്തും വന്നു പോകുന്നവരെ എങ്ങനെ കാണാനാണ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുകയാണ്. അതേസമയം ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ശാലിനിയോട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. നേരെ സത്യാമ്മ വിളിച്ചതല്ലേ, എന്തായാലും അകത്ത് കയറിയിട്ട് പോകാമെന്നും പറഞ്ഞ് ശാലിനി ശാരദാമ്മയും കൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അതേസമയവും സത്യഭാമ പറയുന്നുണ്ട്, എന്തോ കള്ളത്തരം കാണിച്ച് പോകാനുള്ള പുറപ്പാടിലായിരുന്നു, പക്ഷേ ഞാൻ അകത്തേക്ക് വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ കയറി വരും എന്നിങ്ങനെ പറഞ്ഞ് ചിരിച്ച് കളിയാക്കി തന്നെ ഭാമ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ ശാരദാമ്മയും കൂട്ടി അകത്തേക്ക് കയറുകയാണ്.
തുടർന്ന് ശാരദാമ്മയോട് രാഘവൻ നായർ പറയുന്നുണ്ട്, ഞാൻ ശാരദാമ്മ വന്നത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ വെളിയിൽ നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാനുണ്ടായിരുന്നു വെച്ചാൽ അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോഴാണ് സത്യമ്മ വന്നത് എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, അപ്പോൾ ഈ മകളിൽ നിന്ന് ശാരദാമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ വിവാഹത്തിന് മുഹൂർത്തം ഒക്കെ കുറിച്ചു. അപ്പോൾ കല്യാണ ലെറ്റർ അടിച്ചത് വാങ്ങിക്കാനായിട്ട് പോയതാണ് ഞാനും വിഷ്ണുവും കൂടി. അപ്പോൾ ശാരദാമ്മ വന്ന സ്ഥിതിക്ക് ശാരദാമ്മയിലൂടെ തന്നെ ആദ്യത്തെ ക്ഷണമാകാം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഇങ്ങനെ എടുക്കുകയാണ്. അതിനുശേഷം ശാലിനി ഇങ്ങനെ ദേഷ്യത്തോട് സത്യഭാമ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ മുമ്പിൽ വെച്ചും ശാരദാമ്മയെ കൊടുത്ത് വിഷമിപ്പിക്കാനുള്ള ആ ശ്രമം തന്നെയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ അങ്ങോട്ട് നടന്ന വാതിൽക്കലേക്ക് പോയി നിൽക്കുന്നുണ്ട്. രാഘവൻ നായരാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമില്ലാതെ തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് കുടുംബസമേതം എല്ലാവരും വന്ന് പങ്കെടുക്കണം, പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണനെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുക ശാരദാമ്മയെന്ന് പറഞ്ഞ് നീട്ടുകയാണ്. അന്നേരം ശാരദാമ്മയാണെങ്കിൽ ആകെ അങ്ങ് വിഷമിച്ച് സങ്കട കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. സത്യഭാമയ്ക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ശാലിനിയുടെയും ശാരദാമ്മയുടെയും മുഖഭാവം കണ്ടിട്ട് അവരുടെ മനസ്സ് തകരുകയാണ് എന്നുള്ളത്. പക്ഷേ അതങ്ങ് ആസ്വദിക്കുകയാണ് സത്യഭാമ. എന്നിട്ട് വാങ്ങ് ശാരദാമ്മയെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ കൈ പിടിച്ച് ആ ലെറ്റർ അങ്ങോട്ട് വച്ച് കൊടുക്കുകയാണ്. ശാരദാമ്മ കണ്ണങ്ങ് ഇറുക്കി അടയ്ക്കുകയാണ് സങ്കടം സഹിക്കാനാവാതെ. എന്നിട്ട് പറയുന്നുണ്ട്, വന്നത് മോശമായി എന്നൊന്നും തോന്നില്ല, നല്ല പ്രഗത്ഭരായ പാചകക്കാരെയാണ് വെച്ചിരിക്കുന്നത്, 3 കൂട്ടം പായസമുണ്ട്, സദ്യയൊക്കെ കഴിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോൾ ശാരദാമ്മ അങ്ങ് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആര് വിളമ്പിയാലും മനസ്സറിഞ്ഞ് വിളമ്പിയാൽ മാത്രമേ ഉണ്ണുന്നവൻ്റെ മനസ്സ് നിറയുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. എത്ര വലിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരായാലും ശാരദാമ്മയുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ പിന്നെയും വരുന്നത് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ പറഞ്ഞത് നേരാണ് എന്നിങ്ങനെ രാഘവൻ നായർ ശരിവെക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്, വലിയ ഹോട്ടലും ബോർഡും ഒക്കെ വെച്ചിരുന്നാലും ഉണ്ണാൻ ആൾ വരണമെങ്കിൽ വിളമ്പുന്നവൻ്റെ മനസ്സ് നന്നായിരിക്കണം, എന്നാലേ ഉണ്ണുന്നവന് നിറയൂ. ഇത് ഭാമയ്ക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ സത്യഭാമയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ടും ചിരിച്ചങ്ങോട്ട് നിൽക്കുകയാണ്. ഞാനും ചോറ് തന്നെയാണ് കഴിക്കുന്നത്, എനിക്ക് മനസ്സിലായി രാഘവേട്ട എന്ന് പറഞ്ഞിട്ട് പതി ഇങ്ങനെ പറയുകയാണ്, ചോറ് ഇവിടെയും കൂർ അവിടെയും എന്നിങ്ങനെ. അന്നേരം കൊള്ളാം എന്നിങ്ങനെയൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. അതിനുശേഷം കാർത്തിക അവിടെ നിൽക്കുകയാണ്. മുകളിൽ കാർത്തിക നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. തുടർന്ന് കാർത്തിക ഇങ്ങോട്ട് താഴേക്ക് വിളിക്കുകയാണ്, ഇതാണ് വിഷ്ണുവിൻ്റെ പെണ്ണ്. അതിന് മുന്നെയാണ് പറയുന്നത്, ഇതാണ് വിഷ്ണുവിൻ്റെ പെണ്ണ്, ഇവൻ ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ഏതോ അമ്പലത്തിൽ വെച്ച് താലി കെട്ടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ബാക്കി അങ്ങോട്ട് നടത്തി കൊടുക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളല്ലേ. ആദ്യത്തെ കല്യാണമോ പാഴായിപ്പോയി, ഇതെങ്കിലും നേരെ ആവണ്ടേ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ നോക്കി തറപ്പിച്ചാണ് പറയുന്നത്. അന്നേരം രാഘവൻ നായർക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് ശാരദാമ്മ നിൽക്കുകയാണ്. തുടർന്നാണ് ആ ലെറ്ററൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ ഈ കത്തുകളുടെ കവറെല്ലാം കൂടി എടുത്തിട്ട് കാർത്തികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ക്ഷണക്കത്ത് ആളുകൾ വന്ന് ആശംസ അറിയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങളുടെ കുടുംബജീവിതം സുരക്ഷിതമാക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് കൊണ്ടുപോയി പൂജാമുറിയിൽ കൊണ്ടുപോയി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഭാമ ഇതൊക്കെ ആരെ കാണിക്കാനാണ്? ഇവരെ കാണിക്കാനാണോ അതോ എന്നെ കാണിക്കാനാണോ? ഓരോരോ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ ആരെ കാണിക്കാനായാലും ഇതൊക്കെ എനിക്ക് വേണ്ടത് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ലെറ്റർ മൊത്തം കാർത്തികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. തുടർന്ന് കാർത്തികയാണെങ്കിൽ ആ ലെറ്ററൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഭാമയുടെ കാലൊക്കെ തൊട്ട് അങ്ങോട്ട് അനുഗ്രഹം വാങ്ങുകയാണ്. അന്നേരം വിഷ്ണുവും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ശാലിനി ശാരദാമ്മയും പൊന്നിയും രാഘവൻ നായരും ഒക്കെ ഇതൊക്കെ അങ്ങോട്ട് മുഖം തിരിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ചെല്ലുമോളെ എന്ന് പറഞ്ഞിട്ട് ലെറ്ററുമായിട്ട് കാർത്തിക് പറഞ്ഞു വിടുമ്പോൾ കാർത്തിക അതൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഒന്നുകൂടി പറഞ്ഞേക്കാനായിട്ട് പറഞ്ഞേക്ക് ഭാമേ, എനിക്ക് ഭ്രാന്ത് പിടിക്കല്ലേ എന്ന്. അന്നേരം സത്യഭാമ അങ്ങോട്ട് കളിയാക്കുകയാണ്, അതെന്താ രാഘവേട്ട, ഈ ചങ്ങലൊക്കെയാണ് ഭ്രാന്ത് പിടിക്കുന്നതെങ്കിൽ അതെങ്ങനെ ശരിയാവും അല്ലേ ശാരദാമ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ രാഘവൻ നായർ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. വിഷ്ണുവും ദേഷ്യത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ഒരക്ഷരം ആരെ എതിർത്ത് സംസാരിക്കുകയോ അങ്ങനെയല്ല അമ്മയെന്ന് സത്യഭാമയെ എതിർത്തോ ശാലിനിയുടെ പക്ഷം ചേർന്നോ ഒന്നും സംസാരിക്കാതെ തന്നെ വിഷ്ണു വാതിൽക്ക് തന്നെ കുറ്റിയടിച്ച പോലെ നിൽക്കുകയാണ്. തുടർന്ന് ലെറ്ററുമായിട്ട് പോകുന്ന കാർത്തികയാണെങ്കിൽ ലെറ്റർ അവിടെ പൂജാമുറിയിൽ പടങ്ങളുടെ മുമ്പിലാക്കി വച്ചിട്ട് കർപ്പൂരം ഒഴിയുന്ന വിളക്കിൽ തിരി കത്തിക്കുകയാണ്. അതിനുശേഷം പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കിവിടെ പിടിച്ചു നിന്നേ മതിയാകുകയുള്ളൂ, ഞങ്ങളെ ഒരിക്കലും ആരും വേർപിരിക്കരുത്, ഇത് ഇവിടെ എനിക്ക് പിടിച്ചു നിന്നില്ലെങ്കിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല, അതിന് കല്യാണമെങ്കിൽ കല്യാണം, അത് നടന്നേ മതിയാകൂ, ഈ സത്യഭാമ നാട് ഭരിക്കുന്നത് പോലെ എനിക്കും നാളെ മുതൽ ഈ നാട് ഭരിക്കണം, രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വിളക്കെടുത്ത് ഇങ്ങനെ
കഴിയാനായിട്ട് പോകുമ്പോൾ കാർത്തികയെ മധുശ്രീ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ആ വിളക്ക് ആ ലെറ്ററിൻ്റെ അടുത്തേക്ക് തന്നെ ചേർത്ത് ശ്രദ്ധിക്കാതെ തന്നെ കാർത്തിക അങ്ങ് വയ്ക്കുകയാണ്. അതിനുശേഷം ഫോണിൽ ആ മധുശ്രീ എന്ന് പറഞ്ഞങ്ങോട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ഇത് കാർത്തിക ശ്രദ്ധിക്കുന്നില്ല. അന്നേരം ആ കർപ്പൂരം അതിൽ നിന്നും ആ കവറിലേക്ക് അങ്ങോട്ട് തീ പിടിക്കുകയാണ്. മൊത്തം അങ്ങോട്ട് കത്തുമ്പോഴാണ് കാർത്തിക കാണുന്നത്. അതേസമയം താഴെ ഇനി ശ്യാമയുടെ കാര്യമാണെങ്കിൽ എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ അയ്യോ സത്യാമ്മയെ എന്നും പറഞ്ഞിട്ട് മുകളിൽ നിന്നും കാർത്തിക വിളിക്കുകയാണ്. അന്നേരം ഇവരെല്ലാവരും ഇങ്ങനെ മുകളിലേക്ക് ശ്രദ്ധിക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ളത്. അന്നേരം വിഷ്ണുവേട്ടാ സത്യാമ്മയെ ഓടി വരണേ, ലെറ്ററിന് തീ പിടിച്ചു എന്നും പറഞ്ഞിട്ട് കാർത്തിക അവിടെ കിടന്ന് ആകെ ബഹളമാണ്. അതെ ആ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ അത് മൊത്തം അങ്ങ് കത്തുകയാണ്. തുടർന്ന് കാർത്തികയാണെങ്കിൽ അതിങ്ങനെ തട്ടി താഴേക്ക് ഇടുന്നുണ്ട്. പക്ഷേ അത് മൊത്തം അങ്ങ് കത്തി ചാമ്പലാവുകയാണ് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇനി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ലെറ്റർ മൊത്തം കത്തി വെറും ചാരം മാത്രമാണ് അവിടെ കാണുന്നത്. അന്നേരം കത്തിപ്പോയി എന്നിങ്ങനെ കാർത്തിക പറയുന്നതാണ്. അന്നേരം രാഘവൻ നായർ അവിടെ പറയും ഈ കന്നന്തിരിവ് കൂടിയാകുമ്പോൾ ഒന്ന് ഉറപ്പിച്ചു ഭാമേ, ഈ വിവാഹം എന്തായാലും നടക്കില്ല എന്നവിടെ രാഘവൻ നായർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ശാരദാമ്മ ഇവിടെ നിന്ന് പോയ ശേഷം ഗോപാലകൃഷ്ണൻ ശാരദാമ്മയും കൂട്ടി സത്യഭാമയുടെ ഗേറ്റൊക്കെ തള്ളി തുറന്നു വരുന്ന ഒരു വരവൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാകും. സത്യഭാമയും ഗോപാലകൃഷ്ണനും ഒക്കെ ആയിട്ടൊരു വഴക്കൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള കിടിലൻ എപ്പിസോഡുകളൊക്കെ ഉണ്ട്. പിന്നീടാണ് ശാലിനിയാണെങ്കിൽ ഇനി ഹർഷിനെ കുറിച്ച് അന്വേഷിച്ചറിയുന്ന എപ്പിസോഡുകളും ഒക്കെയാണ് വരുന്നത്. എന്തായാലും സത്യങ്ങൾ ഉടനെയൊക്കെ പുറത്തു വരും. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.